സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. പല്ലവി. അവളുടെ മുഖത്ത് പ്രസന്നത മാഞ്ഞത് കണ്ട് അനുരാഗ് ആശങ്കയോടെ വിളിച്ചു. എന്താ അനു? അവൾ ചോദിച്ചു. പെട്ടെന്ന് എന്താണൊരു ആലോചന? ഒന്നുമില്ല, നമുക്ക് പോകാം. അവൾ എഴുന്നേറ്റു. അനുരാഗിൻ്റെ മുഖം വാടി. എൻ്റെ ഓഫീസ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആര് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന്? നല്ല സ്മാർട്ട് ഓഫീസ്. പക്ഷേ നമ്മളിവിടെ ഇരിക്കാൻ വന്നതല്ലല്ലോ, വെറുതെ ഒന്ന് കാണാൻ. അവന് സമാധാനമായി. ശരി, പോകാം. രണ്ടുപേരും അവൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി. അനുവിൻ്റെ കൂട്ടുകാരൻ പീയൂഷും ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? വെറുതെ എന്ന മട്ടിൽ പല്ലവി തിരക്കി. അതെ, അവൻ വേറൊരു ഫ്ലോറിലാ. കാണണോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. പോർച്ചിൽ നിന്ന് അല്പം മാറി അനുരാഗിന്റെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ കണ്ട് സെക്യൂരിറ്റി സ്റ്റാഫ് വേഗം കാർ എടുത്തു കൊണ്ടുവന്ന് അടുത്ത് നിർത്തി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? കാറിലേക്ക് കയറുമ്പോൾ അനുരാഗ് ചോദിച്ചു. വീട്ടിലേക്ക് പോകാം, അവൾ പറഞ്ഞു. വേണമെങ്കിൽ ടൗണിലൊന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. വേണ്ട അനു, ഒരു മൂഡില്ല. നവവധു അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണെന്ന് അവൾക്കറിയാമായിരുന്നു. വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും അധികം സന്തോഷവതിയായിരിക്കേണ്ടതാണ്. സുഖം തോന്നുന്നില്ലേ? സംശയത്തോടെ അവൻ ചോദിച്ചു. ഐ ആം ഫീലിംഗ് ഫൈൻ. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ അവൻ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ടൗണിലൂടെ മെല്ലെ കാർ ഓടി. പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ട് പല്ലവി ഇരുന്നു. പരിചിതമായ പട്ടണം. എത്രയോ തവണ ഇതേ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെയൊന്നുമല്ല ഈ യാത്ര. ഒടുവിൽ RK ബംഗ്ലാവിന്റെ പോർച്ചിൽ ചെന്ന് കാർ നിന്നു. പല്ലവിയാണ് വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത്. എന്താ മോളെ പെട്ടെന്നിങ്ങ് പോന്നത്? അവളെ കണ്ട് ഗായത്രി ദേവി ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ഓഫീസ് ഒന്ന് കാണാൻ പോയി, അത്രയുള്ളൂ. അനു പറഞ്ഞതാ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന്. പക്ഷേ ഞാൻ മടിച്ചു. എനിക്ക് വീട്ടിലേക്ക് വരാനായിരുന്നു ഇഷ്ടം. ചിരിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞതെങ്കിലും അവൾക്ക് ഒരു ഉന്മേഷക്കുറവുണ്ടെന്ന് ഗായത്രി ദേവിക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ അതേക്കുറിച്ച് അവർ ഒന്നും ചോദിച്ചില്ല. കുറച്ചു മുമ്പ് മോളുടെ അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛനും അമ്മയും കൂടി നാളെ വരുന്നുണ്ട്, നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കാൻ, ഗായത്രി ദേവി അറിയിച്ചു. എന്നെയും വിളിച്ചിരുന്നമ്മേ. പറ്റുമെങ്കിൽ മറ്റന്നാൾ ചെല്ലാനാണ് പറഞ്ഞത്. അതിനെന്താ, പോണം. ചടങ്ങുകളൊക്കെ മുറ പോലെ നടത്തണം. മുൻവശത്തെ വാതിലിരുന്ന് അവർ സംസാരിച്ചു. അപ്പോഴാണ് സുമിത്ര അവിടേക്ക് വന്നത്. മോൾ വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് ആൻറ്റി? മോൾ വാ, പറയാം. സുമിത്ര അവളെയും കൊണ്ട് കിച്ചണിലേക്ക് പോയി. കാര്യം മനസ്സിലാകാതെ അനുരാഗ് അമ്മയെ നോക്കി. ഗായത്രി ദേവി ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല മോനെ, ആ കുട്ടിക്ക് ഊണിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് വേണ്ടതൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ സുമിത്രയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അതാണോ? വേറൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ? അതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. നോൺ വെജ് കഴിക്കുമോ? കഴിക്കുമെങ്കിൽ മത്സ്യം മാത്രമേ കഴിക്കുകയുള്ളൂ, അതോ ചിക്കനും മട്ടനുമൊക്കെ? അവൾ ഒരു പാവം കുട്ടിയാണമ്മേ. പ്രത്യേകിച്ച് നിർബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ പറഞ്ഞു. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അടുക്കളയുടെ മേൽനോട്ടം സുമിത്ര ആൻറ്റിക്കാണ്. ഭക്ഷണം പാകം ചെയ്യാൻ 2 സ്ത്രീകളും. അവിയലും സാമ്പാറും പരിപ്പും പച്ചടിയും പായസവും ഒക്കെ ഉണ്ടാക്കാൻ റാണിയാണ് മിടുക്കി. നോൺ വെജ് ഉണ്ടാക്കാൻ തങ്കത്തെ വെല്ലുന്ന വേറെ ആരുമില്ല ആ നാട്ടിൽ. ഒരു കാര്യം പറയാൻ മറന്നു. കല്യാണത്തിന്റെ DVD കൊണ്ടുവന്ന് തന്നിട്ട് പോയി ആ സ്റ്റുഡിയോയിലെ പയ്യൻ. ഫോട്ടോ ആൽബം 2 ദിവസം കഴിഞ്ഞേ റെഡിയാവൂന്ന്. ആൽബം പിന്നെ കിട്ടിയാലും മതി, വീഡിയോ നമുക്ക് ഊണ് കഴിഞ്ഞ് ഒന്നിച്ചിരുന്ന് കാണാം, അവൻ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ടാൽ മതി. സൗകര്യം പോലെ സുമിത്രയും ഞാനും കൂടി കണ്ടോളാം, ഗായത്രി ദേവി പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കല്യാണത്തിന്റെ DVDയുമായിട്ടാണ് അനുരാഗും പല്ലവിയും ബെഡ്റൂമിലേക്ക് പോയത്. അവന്റെ ലാപ്ടോപ്പിൽ അവർ വീഡിയോ കണ്ടു. അച്ഛനെയും അമ്മയെയും ചെറിയച്ഛനെയും ചെറിയമ്മയെയും കൂട്ടുകാരികളെയും ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും, അനുരാഗ് പറഞ്ഞു. ഏത് കാര്യത്തിൽ? അവൾ മുഖം തിരിച്ചു നോക്കി. വധു അതിസുന്ദരിയാണെന്ന കാര്യത്തിൽ, അഭിമാനത്തോടെ അവൻ പറഞ്ഞു. വേറൊരു കാര്യത്തിലും അവർക്ക് ഏക അഭിപ്രായമായിരിക്കും, വരൻ അതിസുന്ദരനാണെന്ന കാര്യത്തിൽ. ഞാൻ തർക്കിക്കുന്നില്ല, അവൻ തോൽവി അഭിനയിച്ചു. പെട്ടെന്നാണ് വീഡിയോയിൽ ജഗന്റെയും ബിമലിന്റെയും ഫിറോസിന്റെയും മുഖങ്ങൾ തെളിഞ്ഞത്. ഓഡിറ്റോറിയത്തിൽ അടുത്തടുത്ത കസേരകളിലിരുന്ന് അവർ എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ 3 പേരെ അനുവിന് അറിയാമോ?
അവൾ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി സംശയത്തോടെ ചോദിച്ചു. അത് ജയന്തി ആന്റിയുടെ മകൻ ജഗനും അവന്റെ ഫ്രണ്ട്സുമാണ്. അനുരാഗ് പറഞ്ഞു. അവനെ അനുവാണോ ഇൻവൈറ്റ് ചെയ്തത്? അല്ല, പിന്നെ ആരാണ്? ഗോപി അങ്കിൾ. പല്ലവി മനസ്സിലാകാത്ത മട്ടിൽ അവനെ നോക്കി. അതൊരു കഥയാണ്. എന്ത് കഥ? ജയന്തി ആന്റിയുടെ ഹസ്ബൻഡ് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു. അയാൾ കുറേ വർഷം മുമ്പ് മരിച്ചുപോയി. ജയന്തി ആന്റിയെയും ഫാമിലിയെയും അതിനുശേഷം ഗോപി അങ്കിളാണ് സംരക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. അത് പുതിയ അറിവായിരുന്നു അവൾക്ക്. ജഗനും ഗോപിനാഥുമായിട്ടുള്ള കണക്ഷൻ. ഈ ഗോപി അങ്കിളിന് ഫാമിലി ഇല്ലേ? അവൾ ചോദിച്ചു. ഗോപി അങ്കിൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. കോളേജിൽ വെച്ച് ഈ ജഗനും ഞാനും തമ്മിൽ ഒന്നുരസിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. എന്തിന്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അവൾ ആ സംഭവം അനുരാഗിനോട് പറഞ്ഞു. ജഗൻ ഇത്ര വഷളനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഖേദത്തോടെ അവൻ പറഞ്ഞു. എന്നോടുള്ള പക ഇപ്പോഴും അവന്റെ മനസ്സിൽ കാണും. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. ഇക്കാര്യം അന്നേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഗോപി അങ്കിളിനോട് പറഞ്ഞ് തക്ക ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തേനെ. ഇനി അതിൻ്റെ ആവശ്യമില്ല. അവന് അന്ന് തന്നെ തക്ക ശിക്ഷ ഞാൻ കൊടുത്തു. എന്ത് ശിക്ഷ? അപ്പോൾ തന്നെ ഞാൻ അവന്റെ കവിളത്തടിച്ചു, കുറേ ഗേൾസിന്റെ മുന്നിൽ വെച്ച്. അനുരാഗ് അവളെ പകിച്ചു നോക്കി. ഒന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്. അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് ആരോടും പിണക്കമോ പകയോ വെറുപ്പോ ഇല്ല. ചില സമയത്ത് നമ്മൾ അരുതാത്ത പലതും ചെയ്തെന്നിരിക്കും. ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീട് തിരിച്ചറിയും. അതാണ് മനുഷ്യ മനസ്സ്, അവൾ പറഞ്ഞു. ഞാനിപ്പോൾ നിന്നെ കൂടുതൽ സ്നേഹിക്കുകയാണ്. അനുരാഗ് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ കൈകൾക്കുള്ളിൽ ആശ്വാസത്തോടെ കിടന്നു. പിറ്റേന്ന് രാവിലെ 10:30 കഴിഞ്ഞപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ബാലകൃഷ്ണൻ നായരും രാജേശ്വരിയും വന്നു. അമ്മയും അച്ഛനും വന്നതറിഞ്ഞ് പല്ലവി ഓടിയെത്തി. അവൾ രാജേശ്വരിയെ കെട്ടിപ്പിടിച്ചു. എന്താ കുറച്ചുകൂടി നേരത്തെ വരാഞ്ഞത്? ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നെന്നറിയാമോ? അവൾ സ്നേഹത്തോടെ പരിഭവിച്ചു. രാജേശ്വരി അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഗായത്രി ദേവി വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. സുമിത്ര എല്ലാവർക്കും ചായ കൊണ്ടുവന്നു. മോളെയും മോനെയും നാളെ അങ്ങോട്ടൊന്ന് വിടണം. അത് പറയാനാണ് ഞങ്ങൾ വന്നത്. ആഗമനോദ്ദേശം ഔദ്യോഗികമായി ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ചു. അതിനെന്താ, രാവിലെ തന്നെ അവർ പോന്നോട്ടെ, ഗായത്രി ദേവി പറഞ്ഞു. പിറ്റേന്ന് വെള്ളിയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ടേ അവരെ വിടൂ. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ, രാജേശ്വരി പറഞ്ഞു. അത് മതി. വീട് വിട്ട് അവൻ ഇതുവരെ ഒരിടത്തും പോയി താമസിച്ചിട്ടില്ല. അവന് ഇഷ്ടമായിരിക്കും അവിടെ വരുന്നത്, ഗായത്രി ദേവി പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടാണ് രണ്ടുപേരും തിരിച്ചു പോയത്. മോനെ, നാളെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ ഡ്രസ്സ് എടുക്കണം, അനുരാഗിനോട് ഗായത്രി ദേവി പറഞ്ഞു. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ? അവന് ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായി. അച്ഛന് പാൻസും ഷർട്ടും, അമ്മയ്ക്ക് സാരി. മനസ്സിലായതുപോലെ അവൻ ചിരിച്ചു. വൈകുന്നേരം പല്ലവിയുമൊത്ത് അവൻ ടൗണിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. അമ്മയ്ക്ക് സിൽക്ക് സാരിയും അച്ഛന് പാൻസും ഷർട്ടും അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. നിനക്കൊന്നും വേണ്ടേ പല്ലവി? ഒടുവിൽ അനുരാഗ് ചോദിച്ചു. വേണ്ട അവനു, അമ്മ എത്രയധികം ഡ്രസ്സാണ് എനിക്ക് മേടിച്ചു വെച്ചിരിക്കുന്നത്, അവൾ പറഞ്ഞു. അത് അമ്മ വാങ്ങിച്ചതല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ സുഖം അപ്പോൾ ഞാൻ അറിയണ്ടേ? അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് ചിരി വന്നു. അവൾ 2-3 ചുരിദാറും 2 നൈറ്റ് ഡ്രസ്സും വാങ്ങി. ആ നേരത്താണ് എന്തോ വാങ്ങാൻ വേണ്ടി ജഗനും വിമലും കൂടി അവിടേക്ക് വന്നത്. അവർ അനുരാഗിനെയും പല്ലവിയെയും കണ്ടു. അല്ല, ഇതാര്? നവവരനും വധുവുമോ? രണ്ടുപേരും കൂടി എന്താണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്? അവരുടെ അടുത്തേക്ക് ചെന്ന് ജഗൻ ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ അത്യാവശ്യം ചില, അനുരാഗ് പറഞ്ഞു. പല്ലവിക്ക് എന്നോടുള്ള കോപം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു, അവളെ നോക്കി അവൻ പറഞ്ഞു. എനിക്ക് ആരോടും കോപമില്ല, അവൾ പറഞ്ഞു. എന്തായാലും അനുരാഗ് ഭാഗ്യവാന. ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചല്ലോ. എവിടേക്കാണ് ഹണിമൂൺ പോകുന്നത്? ജഗൻ ചോദിച്ചു. തീരുമാനിച്ചില്ല. ദുബായിലോ സിംഗപ്പൂരിലോ മറ്റോ പോയാലോ എന്ന് ആലോചിക്കുകയാണ്, അവൻ വെറുതെ പറഞ്ഞു. അനുരാഗ്, അവിടേക്ക് പോയാൽ നിനക്ക് ഭാഷ ഒരു പ്രശ്നമാവില്ല. പിന്നെ ഭാര്യ കൂടെയുള്ളത് കൊണ്ട് അവൾ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. ഇംഗ്ലീഷ് അറിയാമല്ലോ, ജഗൻ അവനെ പരിഹസിച്ചു. അനുരാഗ് ചിരിച്ചുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പല്ലവിക്ക് അത് സഹിച്ചില്ല. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു നിന്നു.
നിനക്ക് പോകാൻ പറ്റിയ സ്ഥലം കുട്ടികളൊക്കെ എക്സ്കർഷന് പോകുന്ന കന്യാകുമാരിയോ ഊട്ടിയോ കൊടൈക്കനാലോ ഒക്കെ ആയിരിക്കും അനു. ജഗൻ വീണ്ടും കളിയാക്കി. ഞങ്ങൾ അവിടെ ഒന്നുമല്ല ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത്, പെട്ടെന്ന് പല്ലവി പറഞ്ഞു. പിന്നെവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. ജഗൻ ഒന്ന് ഞെട്ടി. തിരിച്ചു വരുന്ന വഴി പാരീസിൽ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്, അവൾ പറഞ്ഞു. അനുരാഗും പല്ലവിയും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ജഗൻ പിന്നെ അവിടെ നിന്നില്ല. വിളറിയ മുഖത്തോടെ അവൻ വിമലുമൊത്ത് സ്ഥലം വിട്ടു. വൈകുന്നേരം ജയന്തി കുളി കഴിഞ്ഞ് സമൃദ്ധമായ മുടി ഉണക്കിക്കൊണ്ട് മുറ്റത്ത് ചെടികൾ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ജഗന്റെ ബൈക്ക് ഗേറ്റ് കടന്ന് കയറി വന്നത്. അമ്മേ! ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവൻ ഇരുണ്ട മുഖത്തോടെ ജയന്തിയുടെ അടുത്തേക്ക് വന്നു. എന്താ മോനെ? ആ അനുരാഗ് ഹണിമൂണ് പോകുന്നത് എവിടെയാണെന്നറിയുമോ? സ്വിറ്റ്സർലൻഡിൽ. അത് കഴിഞ്ഞ് പാരീസ്. വിശ്വസിക്കാനാവാതെ അവർ അവനെ ഒന്ന് നോക്കി. നിന്നോട് ഇക്കാര്യം ആരാ പറഞ്ഞത്? അവൾ തന്നെയാണ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, വെല്ലുവിളിക്കുന്നത് പോലെ. പണ്ടത്തെ പെണ്ണല്ലവൾ. ഇപ്പോൾ ഏതാണ്ട് വലിയ കോടീശ്വരി ആയതുപോലത്തെ ഭാവം. ജയന്തി ഒന്ന് ഞെട്ടി. ഗോപി സാർ സമ്മതിച്ചോ? അവർ ചോദിച്ചു. അതറിയില്ല. ലോകം മുഴുവൻ ഉല്ലാസയാത്രയ്ക്ക് വിടാനാണോ അങ്കിൾ അവനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചേ? അവന്റെ ശബ്ദമുയർന്നു. നീയൊന്ന് സമാധാനപ്പെടും മോനെ. കാര്യമറിയാതെ ക്ഷോഭിക്കാതെ. ഞാൻ സാറിനോട് ചോദിക്കാം. ജയന്തി അവനെ സമാധാനിപ്പിച്ചു. അങ്കിളിന്റെ പ്ലാനൊക്കെ പൊളിയും. അവൾ സാധാരണ പെണ്ണല്ല. ഒടുവിൽ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞതുപോലെ ആകും. നിരാശയോടെ ജഗൻ അവന്റെ മുറിയിലേക്ക് കയറിപ്പോയി. ജയന്തി അല്പനേരം ഒരേ നിൽപ്പ് തുടർന്നു. ആലോചിച്ചപ്പോൾ ജഗന്റെ ആശങ്ക അസ്ഥാനത്തല്ലെന്ന് അവർക്കും തോന്നി. മുളയിലെ നുള്ളണം, അല്ലെങ്കിൽ പിന്നെ വെട്ടിമാറ്റാൻ പ്രയാസമായിരിക്കും. ജയന്തി ചെന്ന് മൊബൈൽ എടുത്ത് ഗോപിനാഥിനെ വിളിച്ചു. ഓഫീസിലാണോ? അവർ ചോദിച്ചു. അതെ. എന്താ ജയന്തി? പതിവില്ലാത്തതായിരുന്നു ആ നേരത്തെ വിളി. ഇന്ന് വരുമോ? ഇല്ല, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇപ്പോൾ സംസാരിക്കാൻ തിരക്കാണോ? എന്താണ്? പുതുപ്പെണ്ണും ചെറുക്കനും കൂടി എന്നാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്? ജയന്തി ചോദിച്ചു. ആരുടെ കാര്യമാ നീ പറയുന്നത്? അയാൾക്ക് മനസ്സിലായില്ല. ജഗൻ വന്ന് പറഞ്ഞ കാര്യം അവർ അയാളെ അറിയിച്ചു. അത് കേട്ട് അയാൾ ഒന്ന് ചിരിച്ചു. ഇപ്പോഴാ ഞാൻ ഇങ്ങനെയൊരു കാര്യം അറിയുന്നത്. ഈ കേരളം വിട്ട് അവൻ അവളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്കും പോകത്തില്ല, പോരെ? അത് മതി, ജയന്തി പറഞ്ഞു. അപ്പോഴാണ് അവർ പ്രധാന കാര്യം ഓർത്തത്. അത് മാത്രമല്ല സർ, ഈ കല്യാണം ഒരു പകവീട്ടലാണ്. അത് മറക്കല്ലേ. എന്റെ ജഗനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയവർക്ക് കൊടുക്കുന്ന ശിക്ഷ. അവർ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ മറന്നെന്നാണോ നീ വിചാരിച്ചത്? നിനക്ക് തന്ന ഒരു വാക്കുണ്ട്, അത് ഞാൻ പാലിച്ചിരിക്കും. ഒടുവിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥ വരും. അവൾ പറഞ്ഞു. അത് മതി, എനിക്ക് സാറിന് വിശ്വാസമാണ്. നാളെ ഞാൻ വരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ശരി. ഫോൺ കട്ട് ചെയ്തിട്ട് ജയന്തി അല്പനേരം ഇരുന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഫോണിൽ മറ്റൊരു നമ്പർ എടുത്ത് വിളിച്ചു. ഹലോ ആൻറ്റി. പെട്ടെന്ന് കോൾ കിട്ടി. മോളെ ചഞ്ചൽ, നീ എവിടെയാണിപ്പോൾ? ഞാൻ തൃശ്ശൂരാണ് ആൻറ്റി. നാളെ നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ ആൻറ്റി കാര്യം? കാര്യമുണ്ട്, വരുമ്പോൾ പറയാം. നിനക്ക് അനുരാഗിനെ ഓർമ്മയില്ലേ? കൊള്ളാം, എന്തൊരു ചോദ്യമാ ചേച്ചി ഇത്. മറക്കാൻ പറ്റുമോ എനിക്ക് അവനെ? കഴിഞ്ഞ ഞായറാഴ്ച അവന്റെ കല്യാണമായിരുന്നു. അവൾ പെട്ടെന്ന് നിശബ്ദയായി. നിനക്ക് അവളെ കാണണ്ടേ? ജയന്തി ചോദിച്ചു. കാണണം. എങ്കിൽ വാ ഇങ്ങോട്ട്. വരാം ആൻറ്റി, ചഞ്ചൽ പറഞ്ഞു. കോൾ കട്ട് ചെയ്തിട്ട് ജയന്തി പുഞ്ചിരിച്ചു. അനുരാഗും പല്ലവിയും ചെന്നപ്പോൾ വീട്ടിൽ ബാലകൃഷ്ണൻ നായരും രാജേശ്വരിയും കാത്തിരിക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആ പഴയ പെൺകുട്ടിയല്ല താനെന്ന് കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ അവൾക്ക് ബോധ്യപ്പെട്ടു. ഒറ്റയ്ക്കല്ല, ഭർത്താവിനോടൊപ്പമാണ് വന്നിരിക്കുന്നത്. രാവിലെ കഴിച്ചിട്ടാണോ മോളെ നിങ്ങൾ ഇറങ്ങിയത്? രാജേശ്വരി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. കഴിച്ചതാണമ്മേ. 8 മണിക്ക് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയതല്ലേ, അവൾ പറഞ്ഞു. എന്നാൽ എനിക്ക് വിശക്കുന്നുണ്ടമ്മേ, അനുരാഗ് പറഞ്ഞു. നിങ്ങൾ ഇരിക്കു മക്കളെ, ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. അവർ വരുന്നത് പ്രമാണിച്ച് അദ്ദേഹം അന്ന് ലീവ് എടുത്തിരുന്നു. പോയിട്ട് വാ അച്ഛ, അനുരാഗ് പറഞ്ഞു. അച്ഛ എന്ന ആ വിളി അവനൊരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ ആരെയെങ്കിലും വിളിച്ചിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞല്ലോ. ബാലകൃഷ്ണൻ നായർ കാറെടുത്ത് ടൗണിലേക്ക് പോയി. അനുരാഗിന് പഞ്ഞി പോലെ മൃദുവായ ഇഡലിയും ഉണങ്ങിയ തേങ്ങ ഉപയോഗിച്ചരച്ച പച്ചമുളക് ചട്നിയും രാജേശ്വരി കൊടുത്തു.
അവൻ അത് കഴിക്കുന്നത് നോക്കി തൃപ്തിയോടെ അവർ അടുത്ത് തന്നെ ഇരുന്നു. അവനോടൊപ്പം ഒരു ഇഡലി എടുത്ത് പല്ലവിയും കഴിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ നായർ വന്നു. അമ്മയ്ക്കും അച്ഛനും അപ്പോൾ അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. അമ്മയ്ക്ക് ഒരുപാട് സാരികളുണ്ട് മക്കളെ, പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, രാജേശ്വരി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞല്ലേ നിങ്ങൾ പോകൂ? ബാലകൃഷ്ണൻ നായർ ചോദിച്ചു. അതേ അച്ഛാ, അനുരാഗ് പറഞ്ഞു. ഉച്ചയൂണിന് രാജേശ്വരി സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കി. രുചിയോടെയാണ് അനുരാഗ് ഭക്ഷണം കഴിച്ചത്. വൈകുന്നേരം അവർ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്ന് തൊഴുതു. പിറ്റേന്ന് കുറച്ച് ഷോപ്പിംഗ്, സിനിമ, ബന്ധുവീട് സന്ദർശനം. 2 ദിവസം വളരെ വേഗം കഴിഞ്ഞുപോയി. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം അമ്മേ, ഉറപ്പ് കൊടുത്തിട്ടാണ് അനുരാഗ് പല്ലവിയെയും കൊണ്ട് ആലപ്പുഴയിലേക്ക് തിരിച്ചു പോയത്. മോളെ, നിന്റെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണ്ടേ? പിറ്റേന്ന് ഗായത്രി ദേവി അവളോട് ചോദിച്ചു. വേണം അമ്മേ, മെഡിക്കൽ കോളേജ് ജംഗ്ഷനടുത്ത് ഒരു സിതാര ടൈലേഴ്സ് ഉണ്ട്. അവിടെ കൊടുത്താൽ അവർ ഭംഗിയായി തയ്ച്ചു തരും. ഒന്ന് കൊണ്ടുപോ മോനെ. അളവെടുക്കാൻ സമയമെടുക്കില്ലേ? ഞാൻ കൊണ്ടുചെന്ന് വിടാൻ. ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. വരാം. എന്താ? അവൻ ചോദിച്ചു. അത് മതി. ചുരിദാർ മെറ്റീരിയലുമായി അവൾ അവൻ്റെ കൂടെ സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് പോയി. അവളെ അവിടെ ഇറക്കിയിട്ട് അവൻ പോയി. തീരുമ്പോൾ വിളിച്ചാൽ മതി. ചുരിദാറിൻ്റെ അളവെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുന്ദരിയായൊരു പെൺകുട്ടി അവിടേക്ക് വന്നത്. അവൾ പല്ലവിയെ ഒന്ന് നോക്കി. അനുവിൻ്റെ വൈഫല്ലേ? അവൾ ചോദിച്ചു. അതെ, പല്ലവി. എൻ്റെ പേര് ചഞ്ചൽ. ഞാൻ കുറേ നാൾ അനുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. പല്ലവി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. പേടിക്കണ്ട, ഞാൻ അവകാശവാദത്തിനൊന്നും വരുന്നില്ല. പക്ഷേ അവൻ്റെ പല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഞാൻ പറഞ്ഞു തരാം. പല്ലവിക്ക് അത് ഭാവിയിൽ പ്രയോജനം ചെയ്യും, പ്രത്യേകിച്ച് ബെഡ്റൂമിലെ കാര്യങ്ങൾ. മിണ്ടാനാവാതെ പല്ലവി നിന്നു. അത് കണ്ട് ചഞ്ചൽ പുഞ്ചിരിയോടെ അവളുടെ ചുമലിൽ കൈവച്ചു. ചഞ്ചൽ അവളുടെ മുഖത്തേക്ക് പല്ലവി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏതാണ്ട് ഒരേ പ്രായം വരും, കാണാൻ സാമാന്യ സുന്ദരിയുമാണ്. അവളുടെ ചുണ്ടിൻ്റെ കോണിലുണ്ടായിരുന്ന പരിഹാസച്ചിരി പല്ലവിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തളർന്നു പോകുന്ന പെണ്ണല്ല താനെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണമല്ലോ. പേരെന്താണെന്നാ പറഞ്ഞത്? ചഞ്ചൽ അല്ലേ? സ്വരം കുറച്ച് ദുർബലമാക്കി പല്ലവി ചോദിച്ചു. തുടക്കത്തിൽ അവൾ ജയിച്ചു എന്ന് വിചാരിച്ചോട്ടെ. അതെ, ചഞ്ചൽ. അടുപ്പമുള്ളവർ ചഞ്ചു എന്ന് വിളിക്കും. അനുരാഗിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നാണോ അർത്ഥം? മനസ്സിലാകാത്ത മട്ടിൽ പല്ലവി ചോദിച്ചു. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാമുകി എന്നാണ് അർത്ഥം, അതറിയില്ലേ? വീണ്ടും പരിഹാസച്ചിരി. ഓ, അങ്ങനെയും ഒരു അർത്ഥമുണ്ടല്ലേ? അത് ഞാൻ ഓർത്തില്ല. അതായത് മിസ് ചഞ്ചൽ അനുരാഗിൻ്റെ പഴയ കാമുകിയാണെന്ന്, അതായത് എക്സ് ഗേൾ ഫ്രണ്ട്. അങ്ങനെയും പറയാം. വാ, നമുക്ക് അവിടെ പോയിരിക്കാം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. പല്ലവി ഒരു സാധാരണ പെണ്ണല്ലെന്ന് തോന്നിയപ്പോൾ ചഞ്ചൽ സ്വരം ഒന്ന് കടുപ്പിച്ചു. എന്താ, ഓർഡറാണോ? അവളുടെ അധികാരഭാവം പല്ലവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പറയാനുള്ളത് പറഞ്ഞിട്ട് വേണമല്ലോ പോകാൻ, അല്ലെങ്കിൽ ജയന്തി ആൻറ്റിയുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും. അല്ല, സജഷനാ, അവൾ പറഞ്ഞു. തൊട്ടടുത്ത് ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. പല്ലവി അവളോടൊപ്പം അങ്ങോട്ട് ചെന്നു. അവളുടെ ഉദ്ദേശം എന്താണെന്നറിയണമല്ലോ. കോഫി ഷോപ്പിൽ ചെന്ന് ഒരു മേശയുടെ ഇരുവശത്തുമായി അവർ ഇരുന്നു. ചഞ്ചൽ 2 കാപ്പിക്ക് ഓർഡർ നൽകി. നിന്റെ അച്ഛൻ കേരള സർക്കാർ ഡെപ്യൂട്ടി കളക്ടർ അല്ലേ? നീ എന്ന് വിളിക്കാനും മാത്രമുള്ള അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ല, പല്ലവി തിരുത്തി. അവൾ പല്ലവിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അല്ലേ? ഇല്ല. പല്ലവിക്ക് രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഇയാൾക്കൊരിക്കലും യോജിച്ച ഭർത്താവല്ല അനുരാഗ്. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അവനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല, ചഞ്ചൽ പറഞ്ഞു. കിട്ടാത്ത മുന്തിരി പുളിക്കും, പല്ലവി പറഞ്ഞു. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അനേകം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ഒരു പുരുഷനെ ഭർത്താവായി സങ്കല്പിക്കാൻ ഞാൻ തയ്യാറല്ല. പല്ലവി ഒന്നും മിണ്ടിയില്ല. എനിക്ക് മുമ്പേ അവന് പല കാമുകിമാരും ഉണ്ടായിരുന്നു. 1 മാസം അല്ലെങ്കിൽ 2, അതിനപ്പുറം ഒരു ബന്ധവും അവൻ നീട്ടിക്കൊണ്ടു പോവുകയില്ല. അപ്പോഴേക്കും മടുക്കും. നിങ്ങളുടെ ബന്ധമോ? അവന് എന്നെ ഇഷ്ടമായിരുന്നു. അത് കാരണം 1 കൊല്ലത്തോളം നീണ്ടു നിന്നു. ഒരിക്കൽ ഞങ്ങൾ മൂന്നാറിൽ പോയി 3 ദിവസം താമസിച്ചു. വേറൊരിക്കൽ കുമരകത്ത് 2 ദിവസം. ഗോവയിൽ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന
സമയത്താണ് ദിവ്യ എന്ന ഒരു പെണ്ണിനെ അവന് കിട്ടിയത്. മരവിച്ച മനസ്സോടെ പല്ലവി ഇരുന്നു. ചഞ്ചൽ പറയുന്നത് അസത്യമാണെന്ന് അവൾക്ക് തോന്നിയില്ല. അവൻ ഒരു പെണ്ണിനെയും പ്രേമിക്കുകയില്ല. പ്രേമം നടിക്കും. കാരണം അവന് ശാരീരിക സുഖത്തിൽ മാത്രമാണ് താല്പര്യം. ഇയാളെ അബദ്ധത്തിൽ കല്യാണം കഴിച്ചു പോയതാ. അതുകൊണ്ട് ഇനിയും അവൻ വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകും. 2 കപ്പ് കാപ്പി വെയിറ്റർ കൊണ്ടുവന്ന് വെച്ചു. ഇത്രയും സ്വത്തുള്ള ഒരാളെ ഹസ്ബൻഡായി കിട്ടിയതുകൊണ്ട് ഇയാൾ അവനെ ഉപേക്ഷിച്ച് പോകത്തില്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും പണം മാത്രമാണല്ലോ പ്രധാനം. അതിനുവേണ്ടി എന്ത് വിഴുപ്പും എടുത്ത് തലയിൽ വയ്ക്കും. പല്ലവിക്ക് പിന്നെ ക്ഷമിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അതെ, പലർക്കും പണമാണ് പ്രധാനം. അത് കിട്ടിയാൽ മൂന്നാറിലും പോകും, കുമരകത്തും പോകും, ഗോവയിലും പോകും. കന്യകാത്തം വിറ്റ് കാശാക്കും. കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണും ഇതുപോലെ അന്യപുരുഷന്റെ കൂടെ മതിച്ചു കൂത്താടാൻ പോവുകയുമില്ല. അങ്ങനെയുള്ളവർക്ക് ചാരിത്ര പ്രസംഗം നടത്താൻ അർഹതയുമില്ല. പല്ലവി പെട്ടെന്ന് എഴുന്നേറ്റു. എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിൻ്റെ തലേന്ന് വരെ അനുരാഗ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. അതറിയാൻ എനിക്ക് താല്പര്യവുമില്ല. എൻ്റെ ഭർത്താവായതിനു ശേഷം അനുരാഗ് ഏതെങ്കിലും പെണ്ണിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ അത് ഞാൻ പരിഹരിച്ചോളാം. കുമാരി ചഞ്ചലിൻ്റെ ഉപദേശം ആവശ്യമില്ല. വിളറി വെളുത്ത മുഖത്തോടെ അവൾ ഇരുന്നു. ഓ, കുമാരി ചഞ്ചൽ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കന്യകാത്വമുള്ളവരല്ലേ കുമാരിമാർ? പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് പല്ലവി തല ഉയർത്തിപ്പിടിച്ച് കോഫി ഷോപ്പിൽ നിന്നിറങ്ങി. പുറമേ അവൾ ശാന്തത പ്രകടിപ്പിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ ചുട്ടുപൊള്ളുകയായിരുന്നു. സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കേട്ടത്. മുഴുവൻ സത്യമല്ലായിരിക്കും, പക്ഷേ പാതിയെങ്കിലും നേര് കാണും. എവിടെയായിരിക്കും അനു? അവൾ മൊബൈലെടുത്ത് അവനെ വിളിച്ചു. പല്ലവി, നീ ഫ്രീ ആയോ? അവൻ പെട്ടെന്ന് കോൾ എടുത്തു. അവൾ മൂളി. സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ മുന്നിൽ നിന്നാൽ മതി, ഞാൻ ഉടൻ വരാം, അവൻ പറഞ്ഞു. പക തോന്നി ചഞ്ചൽ പിന്നാലെ വന്നാലോ എന്ന് അവൾക്ക് സംശയം തോന്നി. ഒന്നിനും മടിക്കില്ല ഇത്തരം പെണ്ണുങ്ങൾ. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ചഞ്ചലിനെ കാണാനില്ല. അവൾ കോഫി ഷോപ്പിൽ തന്നെ ഇരിക്കുകയാണെന്ന് മനസ്സിലായി. കുറച്ചപ്പുറത്ത് ഈവ്സ് ലേഡി സ്റ്റോർ ഉണ്ടല്ലോ, ഞാൻ അവിടെ കാണും, അങ്ങോട്ട് വന്നാൽ മതി, അവൾ പറഞ്ഞു. ശരി. കോൾ കട്ട് ചെയ്തിട്ട് തിരക്കുള്ള റോഡിൻ്റെ ഓരം ചേർന്ന് പല്ലവി നടന്നു. നല്ല ചൂടുള്ള വെയിലുണ്ടായിരുന്നിട്ടും അവൾ അത് അറിഞ്ഞതേയില്ല. ലേഡി സ്റ്റോറിൽ ചെന്ന് ആവശ്യമില്ലായിരുന്നെങ്കിലും അവൾ നെയിൽ പോളിഷ് തിരഞ്ഞെടുക്കുന്ന മട്ടിൽ നിന്നു. സമ്പത്തുള്ള വീട്ടിലെ സുന്ദരന്മാരായ ആൺകുട്ടികൾക്ക് ഇത്തരം ചില നേരം പോക്കുകൾ കാണുമായിരിക്കും. പക്ഷേ ആ ബന്ധങ്ങളുടെ പ്രേതങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പിന്തുടർന്നെത്തിയാലോ? അവൾ ഒരു നെയിൽ പോളിഷ് വാങ്ങി ബിൽ പേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അനുരാഗിൻ്റെ കാർ വന്നു. അവൾ വണ്ടിയിൽ കയറി അവൻ്റെ അടുത്തിരുന്നു. എന്താണ് വാങ്ങിയത് ഇവിടെ നിന്ന്? കാർ മുന്നോട്ടെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. നെയിൽ പോളിഷ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നിന്റെ വിരലുകൾക്ക് നല്ല ഭംഗിയുണ്ട്. അവൾ മിണ്ടിയില്ല. അപ്പോൾ അവൻ മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി. എൻ്റെ സുഖമില്ലേ? അവളുടെ വാടിയ മുഖം കണ്ട് അവൻ തിരക്കി. ഒന്നുമില്ല. കാറിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ലിത്. വീട്ടിൽ ചെന്ന് ബെഡ്റൂമിൽ വെച്ച് ആരും കേൾക്കാതെ. പീയൂഷ് ഇന്ന് ചോദിച്ചു നമ്മൾ എവിടെയാണ് ഹണിമൂണിന് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു സ്വിറ്റ്സർലൻഡിലാണ് പോകുന്നതെന്ന്. പല്ലവി നിശബ്ദയായിരുന്നതേയുള്ളൂ. നിനക്ക് പാസ്പോർട്ടുണ്ടോ? 2 വർഷം മുമ്പ് ഞാൻ ദുബായ് ഫെസ്റ്റിവൽ സമയത്ത് അവിടെ പോയിരുന്നു. അതിനു വേണ്ടിയാണ് പാസ്പോർട്ട് എടുത്തത്. അവൾ വീണ്ടും മൂളി. നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാം. ഒരു നല്ല ട്രാവൽ ഏജൻസി വഴി ടൂർ പ്രോഗ്രാം ചാർട്ട് ചെയ്യാം. യൂറോപ്പിലും ഒന്ന് ചുറ്റിയിട്ട് വരാം. ഇപ്പോഴാണെങ്കിൽ പോകാൻ പറ്റിയ അവസരവുമാണ്. അവൾ മിണ്ടിയില്ല. അവൻ തല തിരിച്ച് വീണ്ടും അവളെ ഒന്ന് നോക്കി. നിനക്ക് എന്തു പറ്റി പല്ലവി? നല്ല സുഖം തോന്നുന്നില്ല. അവൻ കൈയെടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ച് നോക്കി. ടെമ്പറേച്ചർ ഇല്ല, ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറും. വീട്ടിൽ ചെന്നപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായിരുന്നു. അവൾക്ക് ഒട്ടും വിശപ്പ് അനുഭവപ്പെട്ടില്ല. എങ്കിലും അനുരാഗും ഗായത്രി ദേവിക്കുമൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. അല്പം കഴിച്ചെന്ന് വരുത്തി. സുമിത്ര അത് ശ്രദ്ധിക്കാതിരുന്നില്ല. അല്പനേരം കണ്ണടച്ച് കിടക്ക്, ഒന്ന് മയങ്ങി ഉണരുമ്പോൾ എല്ലാം ശരിയാവും, അനുരാഗ് പറഞ്ഞു. അനു, പെട്ടെന്ന് അവൾ വിളിച്ചു. എന്താണ്? അവൻ ചോദിച്ചു. ടൈലറിംഗ് ഷോപ്പിൽ വെച്ച് ഞാൻ അനുവിൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. ആരെ? ചഞ്ചൽ എന്നാണ് പേര് പറഞ്ഞത്. അവനൊന്ന് ഞെട്ടി. അവൾ എന്തു പറഞ്ഞു? അവൻ ഭീതിയോടെ ചോദിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് കുറേയൊക്കെ ശരിയായിരിക്കാം, കുറേയൊക്കെ നുണയുമായിരിക്കാം. പക്ഷേ അതിൽ കുറച്ച് സത്യങ്ങളുണ്ടല്ലേ? അവൻ മിണ്ടിയില്ല.
നമ്മുടെ കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളായതുകൊണ്ട് ഞാനതൊന്നും കാര്യമായി എടുക്കുന്നില്ല. പക്ഷേ അനു എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ അന്നു മുതൽ നമ്മൾ പരസ്പരം വിശ്വസ്തരായിരിക്കണം. ആ വാക്കു മാത്രം തന്നാൽ മതി എനിക്ക്. അനുരാഗ് അവളുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു. എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ ഒരു പാവമാണ്. എന്നോടുള്ള സ്നേഹം കാരണം എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തന്നു. തെറ്റുകൾ കണ്ട് പറഞ്ഞു തരാനും തിരുത്താനും എൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പണം കൊടുത്താൽ കിട്ടുന്നതെന്തും വാങ്ങിത്തരാൻ ആളുമുണ്ടായിരുന്നു. അവൻ്റെ സ്വരം ഇടറിപ്പോയി. നിന്നെ കണ്ടുമുട്ടിയ ശേഷമാണ് പല്ലവി യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനി എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നീ മാത്രം. ഇതെൻ്റെ വാക്കാണ്. പല്ലവി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞ് ടി.വിയിൽ ഒരു പഴയ ഹിന്ദി സിനിമ കണ്ടുകൊണ്ട് ദിവാൻ കോട്ടിൽ ചാരിക്കിടക്കുകയായിരുന്നു ജയന്തി. അപ്പോഴാണ് ഗേറ്റിന് വെളിയിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കി. ഓട്ടോയിൽ നിന്നിറങ്ങിയത് ചഞ്ചലായിരുന്നു. ഓട്ടോക്കാരന് കൂലി കൊടുത്തിട്ട് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ പോയ കാര്യം നടന്നില്ലെന്ന് ജയന്തിക്ക് മനസ്സിലായി. എന്തു പറ്റി മോളെ? അവളെ കാണാൻ പറ്റിയില്ലേ? ഉത്കണ്ഠയോടെ ജയന്തി ചോദിച്ചു. കണ്ടു ആൻറ്റി, സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവൾ തളർച്ചയോടെ സെറ്റിയിലേക്കിരുന്നു. പിന്നെന്തു പറ്റി? നമ്മൾ വിചാരിച്ച പോലത്തെ പെണ്ണല്ല ആൻറ്റി അവൾ. പിന്നെ ഞാൻ അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവൾക്കൊരു കൂസലുമില്ല. ജയന്തി അമ്പരന്ന് അവളെ നോക്കി. നീ എന്തൊക്കെ പറഞ്ഞു? എല്ലാം പറഞ്ഞു. ഞാനും അവനും കൂടി മൂന്നാറിലും കുമരകത്തുമൊക്കെ പോയതും. അവൾ വിശ്വസിച്ച് കാണില്ലായിരിക്കും. നിന്റെ കയ്യിൽ ഫോട്ടോസ് ഒന്നുമില്ലായിരുന്നോ കാണിക്കാൻ? ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവളുടെ മുമ്പിൽ വിലപ്പോകത്തില്ലെന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ വാദി പ്രതിയാവുന്ന പോലെയായിരുന്നു. ജയന്തി ശൂന്യതയിലേക്ക് നോക്കി അല്പനേരം നിശബ്ദയായിരുന്നു. ആദ്യത്തെ ആക്രമണം പരാജയപ്പെട്ടു പോയതിൽ അവൾക്ക് നല്ല വിഷമവും നിരാശയും അനുഭവപ്പെട്ടു. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല ആൻറ്റി, ഇത് ജെനിസ് വേറെയാണ്. അവൻ്റെ സ്വത്തിലാണ് അവളുടെ കണ്ണ്. അതുകൊണ്ടാണ് ഇത്രയുമൊക്കെ കേട്ടിട്ടും അവൾക്ക് വിഷമമോ ദേഷ്യമോ വരാത്തത്. ഭർത്താവ് എങ്ങനെയുള്ളവനായാലും സാരമില്ല, പണക്കാരനാണെങ്കിൽ. അവനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവൾ ഒന്ന് ഞെട്ടിയത് പോലുമില്ല. അവൻ്റെ സ്വത്തിലാണ് അവളുടെ നോട്ടമെങ്കിൽ അവളുടെ കണക്കുകൂട്ടലുകൾ ഞാൻ തെറ്റിക്കും. ഗോപി സാർ കൊടുക്കുന്ന നക്കാപ്പിച്ച കാശല്ലാതെ ചില്ലിക്കാശ് പോലും അവൾക്ക് കിട്ടത്തില്ല, ജയന്തി പറഞ്ഞു. അങ്ങനങ്ങ് തള്ളിക്കളയാൻ വരട്ടെ ആൻറ്റി. എന്തായാലും ഗോപി സാറിനൊരു മുന്നറിയിപ്പ് കൊടുത്തേക്ക്. ഇത് വിഷമുള്ള ഇനമാണ്. ചഞ്ചലിൻ്റെ ആ ഉപദേശം കാര്യമായിട്ടെടുക്കണമെന്ന് ജയന്തിക്ക് തോന്നിയില്ല. ഗോപി സാറിനെ ശരിക്കറിയാത്തത് കൊണ്ടാണ് ചഞ്ചൽ അങ്ങനെ പറഞ്ഞത്. എങ്കിലും ഗോപി സാറിനെ ഒന്ന് ചൂടാക്കി നിർത്തണമെന്ന് ജയന്തിക്ക് തോന്നി. അവളുടെ കാര്യത്തിൽ ഒരു ജാഗ്രത എപ്പോഴും വേണം. പതിവ് പോലെ അന്ന് സന്ധ്യ കഴിഞ്ഞ് ഗോപിനാഥ് വന്നു. ജയന്തിയുടെ മുഖത്തെ പ്രസന്നതക്കുറവ് അയാൾ കാണാതിരുന്നില്ല. എന്തുപറ്റി? ജഗൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? ജഗൻ ഇടയ്ക്കിടെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പണം കൊടുത്തോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ആണ് ഗോപിനാഥ് അതൊക്കെ പരിഹരിക്കാറുള്ളത്. അതല്ല, ജയന്തി പറഞ്ഞു. പിന്നെ എനിക്കിന്നൊരു തോൽവി സംഭവിച്ചു. എന്താണ്? ഞാൻ നമ്മുടെ ചഞ്ചലിനെ അനുവിൻ്റെ ഭാര്യയെ കാണാൻ വിട്ടിരുന്നു. പക്ഷേ ചഞ്ചലിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അയാളോട് അവൾ പറഞ്ഞു. ഗോപിനാഥ് എല്ലാം കേട്ട് മെല്ലെ തലകുലുക്കി. അവളൊരു അണലി കുഞ്ഞാണെന്ന് തോന്നുന്നു, ജയന്തി പറഞ്ഞു. അണലിയാണെങ്കിൽ സാരമില്ല. ആ ഇനം വളരെ സാവധാനം മാത്രമേ ഇഴയൂ. തല തല്ലി ചതയ്ക്കാൻ എളുപ്പമാണ്, അയാൾ പറഞ്ഞു. പക്ഷേ ഉഗ്രവിഷമാണ്. വിഷപ്പല്ല് പറിച്ചു കളഞ്ഞാൽ അത് വെറും നീർക്കോലി. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണ് ചൊല്ല്, അവൾ ഓർമ്മിപ്പിച്ചു. ശരിയാണ്, എന്തായാലും ഞാൻ ശ്രദ്ധിച്ചോളാം. തല പൊക്കിയാലല്ലേ അത് കടിക്കൂ, ജയന്തിക്ക് സമാധാനമായി. ഗോപിനാഥിനെ വിശ്വസിക്കാം. അയാൾ വാക്ക് കൊടുത്താൽ വാക്കായിരിക്കും, അത് നടത്തിയിരിക്കും. രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗായത്രി ദേവിയാണ് ആ വിഷയം എടുത്തിട്ടത്. മക്കളെ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ? പോണമെന്നുണ്ടമ്മേ, എങ്ങോട്ട് പോകണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി, അനുരാഗ് പറഞ്ഞു. അമ്മയും മകനും തമ്മിലുള്ള സംസാരം കേട്ട് പല്ലവി കൗതുകത്തോടെ ഇരുന്നു. മിട്ടുമോൻ്റെ കൂട്ടുകാരൻ റിയാസ് നിക്കാഹ് കഴിഞ്ഞ് പോയത് എവിടെയായിരുന്നു? സുമിത്ര ചോദിച്ചു.
പാരീസ്. അവൻ പറഞ്ഞു. അത് ഫ്രാൻസിലല്ലേ? ഗായത്രി ദേവി ചോദിച്ചു. എന്നാ പിന്നെ നിങ്ങൾക്കും അവിടെ പോയാൽ പോരെ? റിയാസിനോട് ചോദിച്ചാൽ അവിടെ ചെന്നാലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ, ഗായത്രി ദേവി പറഞ്ഞു. അനുരാഗ് അപ്പോൾ പല്ലവിയെ ഒന്ന് നോക്കി. അവൾ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. അതിലും ഭംഗിയുള്ള സ്ഥലം വേറെ ഉണ്ടമ്മേ, സ്വിറ്റ്സർലൻഡ്. അവൻ പറഞ്ഞു. അതെവിടെയാ? യൂറോപ്പിലാ. ഇന്ത്യയിലെ കാശ്മീർ പോലെയാ. ലോകത്ത് സ്വിറ്റ്സർലൻഡ് നല്ല പ്രകൃതി ഭംഗിയുള്ള രാജ്യമാണ്, അനുരാഗ് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ പോയാൽ മതി. അത് പ്ലാൻ ചെയ്യ്. മോൾക്ക് ഇഷ്ടമാണോ അവിടെ പോകാൻ? ഗായത്രി ദേവി പറഞ്ഞു. പല്ലവിയ ആദ്യം ഇക്കാര്യം പറഞ്ഞത്. അവൻ വെളിപ്പെടുത്തി. എന്നാൽ പിന്നെ എത്രയും വേഗം പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യ്. അന്ന് തന്നെ അനുരാഗും പല്ലവിയും കൂടി ടൗണിലെ ഏറ്റവും പേരുള്ള ട്രാവൽ ഏജൻസിയിലേക്ക് പോയി. ഒരാഴ്ച നീളുന്ന ഒരു ഉല്ലാസയാത്രയാണ് അവർ പ്ലാൻ ചെയ്തത്. ഫ്ലൈറ്റ് ചാർജ്, ഹോട്ടൽ ബുക്കിംഗ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് എല്ലാം കൂടി 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ചിലവ് വരും. ടൂർ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് ചിലവ് സഹിതമുള്ള എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ കോപ്പി വാങ്ങിയിട്ടാണ് അവർ ട്രാവൽ ഏജൻസിയിൽ നിന്നിറങ്ങിയത്. ഇത് മദൻ അങ്കിളിനെ ഏൽപ്പിക്കണം. ട്രാവൽ ഏജൻസിക്ക് അങ്കിൾ പണം ട്രാൻസ്ഫർ ചെയ്യും. അവർ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും, അനുരാഗ് പറഞ്ഞു. അവർ നേരെ RK അസോസിയേറ്റ്സിൻ്റെ ഹെഡ് ഓഫീസിലേക്കാണ് പിന്നെ പോയത്. ടൂർ പ്രോഗ്രാമിൻ്റെ പ്രിൻ്റ് ഔട്ട് അവൻ മദനഗോപാലിനെ ഏൽപ്പിച്ചു. അയാൾ അത് വാങ്ങി വായിച്ചു നോക്കി. ഹണിമൂൺ ട്രിപ്പ്, വെരി ഗുഡ്. മധുവിധു ആഘോഷിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. നിങ്ങൾ എന്ന് പോകാനാണ് മോനെ ഉദ്ദേശിക്കുന്നത്? അയാൾ ചോദിച്ചു. പേയ്മെൻറ്റ് കിട്ടിയാലുടൻ അവർ ഡേറ്റ് ഫിക്സ് ചെയ്യും അങ്കിൾ. 7 ദിവസമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 7 പകലും 6 രാത്രികളും, അനുരാഗ് പറഞ്ഞു. 10 ലക്ഷം രൂപ നാളെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അഡ്വാൻസ് ആയിട്ട്. ടൂർ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ശരി അങ്കിൾ. വീട്ടിലേക്ക് പോകുമ്പോൾ അനുരാഗും പല്ലവിയും സന്തുഷ്ടരായിരുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കി വെക്കണമെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷേ സ്വപ്നങ്ങൾ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഗായത്രി ദേവിക്ക് ഗോപിനാഥിൻ്റെ ഫോൺ കോൾ വന്നു. ദേവി എഴുതി, കുട്ടികൾ കടൽ കടന്ന് ഒരു ദൂരയാത്രയ്ക്ക് പോവുകയല്ലേ. ഞാൻ ബ്രഹ്മദത്ത തിരുമേനിയെ കണ്ട് ഒരഭിപ്രായം ചോദിച്ചു. നമ്മൾ സകല മുൻകരുതലും എടുക്കണമല്ലോ. എന്നിട്ട് തിരുമേനി എന്തു പറഞ്ഞു? അടുത്ത 4 മാസക്കാലം അനുമോൻ കടൽ കടന്നുള്ള യാത്ര ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമയം വളരെ മോശമാണ്. ഇക്കാര്യങ്ങളിലൊക്കെ എനിക്കിത്തിരി വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ തിരുമേനിയെ ചെന്ന് കണ്ടത്. കുട്ടികൾക്ക് നിർബന്ധമാണെങ്കിൽ പോയിട്ട് വരട്ടെ. തൽക്കാലം അവർ എങ്ങോട്ടും പോകുന്നില്ല ഗോപി. വേണമെങ്കിൽ 4 മാസം കഴിഞ്ഞും പോകാമല്ലോ. എനിക്ക് മോനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ വയ്യ. ശരി ഏട്ടതി. അപ്പോൾ തന്നെ അനുരാഗിനെ വിളിച്ച് ഗായത്രി ദേവി ആ വിവരം പറഞ്ഞു. തൽക്കാലം കടൽ കടന്ന് ഒരിടത്തേക്കും പോകണ്ട മോനെ. നമ്മുടെ നാട്ടിൽ ഭംഗിയുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ടല്ലോ. എനിക്ക് അത്തരം അന്ധവിശ്വാസങ്ങളില്ലമ്മേ, അവൻ പ്രതിഷേധിച്ചു. എന്നാൽ എനിക്കുണ്ട്. നിങ്ങളെ കണ്ണെത്താ ദൂരത്തേക്ക് വിട്ടിട്ട് എനിക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വയ്യ. നിസ്സഹായതയോടെ അവൻ പല്ലവിയെ ഒന്ന് നോക്കി. അവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവളുടെ മനസ്സിൽ സംശയങ്ങളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം തടയിട്ടതല്ലേ ഈ സ്വിറ്റ്സർലൻഡ് യാത്ര? ബുദ്ധിപൂർവ്വം മർമ്മത്ത് തന്നെ പിടിച്ച് അതിനെ ഇല്ലാതാക്കി. അതറിയാൻ ഒരു മാർഗമുണ്ട്, ഒരു പരീക്ഷണം. അനു, അടുത്ത സൺഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പോകണോ അതോ? അനുരാഗിന് വളരെ സന്തോഷമായി. ഇവിടെ വന്ന ശേഷം പല്ലവിയുടെ ആദ്യത്തെ ബർത്ത്ഡേ നമുക്ക് ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യണം. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാൻ പറയാം, അതല്ലേ നല്ലത്? അവൻ ചോദിച്ചു. അതെ. ബർത്ത്ഡേക്ക് എന്ത് സമ്മാനമാണ് പല്ലവിക്ക് ഞാൻ തരേണ്ടത്? അവൻ ചോദിച്ചു. ഒന്നും വേണ്ട, ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യുന്നു. പിന്നെ ചെറിയൊരു സദ്യ. അതിൽ കൂടുതൽ ആഘോഷമൊന്നും വേണ്ട അനു. അങ്ങനെയല്ല, ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നേ പറ്റൂ എനിക്ക്, അവൻ നിർബന്ധിച്ചു പറഞ്ഞു. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഞാനിതുവരെ ഡയമണ്ട് നെക്ലേസ് അണിഞ്ഞിട്ടില്ല അനു, അവൾ പറഞ്ഞു. നല്ല ഒന്നാന്തരം ഗിഫ്റ്റ് നമ്മൾ നാളെ തന്നെ പോയി സെലക്ട് ചെയ്യുന്നു. എന്താ? അവളൊന്ന് മൂളി. അവർ രണ്ടുപേരും കൂടി പിറ്റേന്ന് ടൗണിലുള്ള ഏറ്റവും വലിയ ജ്വല്ലറി ഷോപ്പിലേക്ക് പോയി. ഡയമണ്ട് നെക്ലേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ
വിവിധ മോഡലിലുള്ള നെക്ലേസുകൾ അവരുടെ മുന്നിൽ നിരന്നു. വെള്ള വൈരക്കല്ലുകൾ പതിച്ച മനോഹരമായൊരു നെക്ലേസ് അവൾ ഇഷ്ടപ്പെട്ടു. "ഇത് മതി അനു," അവൾ പറഞ്ഞു. "എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിരിക്കും ഇത് നീ കഴുത്തിലണിയുമ്പോൾ. എന്ത് വിലയാകുമെന്ന് ചോദിക്കൂ," അവൾ പറഞ്ഞു. 8.5 ലക്ഷം, സെയിൽസ്മാൻ പറഞ്ഞു. "ഇത് പാക്ക് ചെയ്യൂ," അനുരാഗ് പറഞ്ഞു. ഗിഫ്റ്റ് പാക്ക് ചെയ്ത് സെയിൽസ്മാൻ ആ ഡയമണ്ട് നെക്ലേസ് അനുരാഗിനെ ഏൽപ്പിച്ചു. "ബില്ല് തരൂ, ഞാൻ ഒപ്പിട്ട് തരാം." "അത് RK അസോസിയേറ്റ്സിൻ്റെ ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി." "ശരി സർ." "ഓഫീസിലേക്ക് വിളിച്ച് ഒന്ന് പറഞ്ഞേക്കൂ, അതല്ലേ ശരിയായ കാര്യം," പല്ലവി ഓർമ്മിപ്പിച്ചു. ഉടൻ തന്നെ അനുരാഗ് മദനഗോപാലിനെ വിളിച്ച് വിവരം അറിയിച്ചു. "ശരി മോനെ." പക്ഷേ അവർ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് ഇറങ്ങും മുമ്പേ മദനഗോപാൽ തിരിച്ചു വിളിച്ചു. അയാൾ പറഞ്ഞത് കേട്ട് അനുരാഗിൻ്റെ മുഖം വിളറി വെളുത്തു. അടുത്ത ഭാഗം നാളെ.